ആദ്യം ഈ വസുന്ധര ദേവി എന്ന ക്യാരക്ടറിനെ ആദ്യം തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒരു തെലുഗു ഫിലിമിന് വേണ്ടി പോർച്ചുഗൽ പോകാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. സോ ഐ സെഡ് നോ, ഐ കാൺട്ട് ഡു ദിസ് ഫിലിം. പക്ഷേ അത് ഷിഫ്റ്റായി, ആ ഷൂട്ട് ഷിഫ്റ്റായി. അപ്പോൾ സഡൻലി അഗെയിൻ ജേസൺ വിളിച്ചിട്ട് ചോദിച്ചു. യാ, ഐ സെഡ് ഡേറ്റ്സ് ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ വന്നതാണ്, പെട്ടെന്ന് ഒരു 2-3 ഡേയ്സിൽ അങ്ങനെ വന്നതാണ്. പക്ഷെ വന്നിട്ട് എനിക്ക് മനസ്സിലായി ദ റിയലി നീഡഡ് മീ ഇൻ ദിസ് ഫിലിം എന്ന്. അങ്ങനെ പക്ഷേ ഇതുവരെ ഞാൻ മലയാളത്തിൽ ഒരു ഗൗരവത്തിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടേ ഇല്ല. എല്ലാം സ്വീറ്റ് ലവിങ് ക്യാരക്ടേഴ്സാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പടത്തിൽ ഈ വസുന്ധര ദേവി ഈസ് സപ്പോസ് ടു ബി വെരി സീരിയസ് ആൻഡ് വെരി സ്ട്രിക്റ്റ് ആൻഡ് ഓൾ ദാറ്റ്. സോ ആദ്യമൊക്കെ അൻവർ വിൽ കം ആൻഡ് സേ, ചേച്ചി ഒരുപാട് ചിരിക്കണ്ട കേട്ടോ. അപ്പോൾ അൻവറിന് ക്യാരക്ടറിൻ്റെ എന്താണ് മൂഡ് എന്നുള്ളത് ഹീ വാസ് വെരി വെരി കെയർഫുൾ ആൻഡ് he was the one who used to tell me in the beginning. Then and he gave me the script to read. Second day aanu manasilayadu script tannal I think it's better for her to know. Appo njan adu vaaichu kazhinjittu then I stood in the character. It's nice actually. That's why actually njan oru City of God ennu parnja padam cheyidappozhum all youngsters, Lijum, Parvathiyum ivarokkeyanu. So I'm actually every time I'm open to do such films because I worked with the older generation directors. ഇപ്പോൾ വരുന്നവരൊക്കെ കുറച്ചും കൂടി എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഓപ്പൺ ആണ്. I would like to work with them and see how things work with us എന്നുള്ളത്. So that way I really felt like this whole group, that too Vineet. I've heard a lot about Vineet അല്ലേ. അപ്പോൾ very talented kid. അപ്പോൾ വിനീത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എ ഗുഡ് പ്രോജക്റ്റ് എന്നുള്ളത് മനസ്സിലായി. ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാവരും ചിരിയും കളി തമാശയൊക്കെ പറഞ്ഞിട്ട് became like one group. And Lakshmi amma undairunnu. അങ്ങനെ നോക്കുമ്പോൾ she is senior than me, but then she never behaves that way. We have always felt very very comfortable with her. അതേ മാതിരിയാണ് എല്ലാവരും ലക്ഷ്മി അമ്മയോടും ഞങ്ങളെല്ലാവരും we were very comfortable with one another. ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കുറച്ചും കൂടി സ്റ്റൈലൈസ്ഡ് ഫിൽമിങ് ആണ് വന്നിട്ടുള്ളത്. സ്റ്റൈലൈസ്ഡ് ഫിൽമിങ് ആദ്യമേ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ലൈക്ക് എൻ ആർട്ട് ഹൗസ് ഫിലിംസിലൊക്കെ നോക്കുമ്പോൾ സ്റ്റൈലൈസ്ഡ് ഫിൽമിങ് അത് വരെ ഒരു സ്റ്റൈലൈസ്ഡ് ആണ്. യു ഡോണ്ട് സേ എനിത്തിങ് സോ സ്ട്രേറ്റ് അവേ അല്ലേ. അങ്ങനെ ഇപ്പോൾ ഉള്ളത് നൈസ് കട്ട്സ് ആൻഡ് ഗോയിങ് വിത്ത് ദി ഫ്ലോ ആൻഡ് കാൻഡിഡ് ഷോട്ട്സ് നിറയെ. Everywhere film is evolving alle. Film storytelling is evolving all over the world. appo adinte koode ponadana. And if I actually look at it, nalla technicians ee technical side okke bayangara sound aayittullavarana njan malayalatile kaanunnathu. Adhe idana I want to see some more stories, new way of stories to come into these so-called new generation films. എനിക്ക് ഒരു ഇതെപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ കാണുന്ന പടങ്ങളൊക്കെ urban centric films ആയി പോകണു എപ്പോഴും. Like why are nobody is making any rural films, because I'm actually missing that genre, or I'm missing that color in Malayalam cinema. Why are none of the young directors making such films എന്നുള്ളത് എനിക്ക് I want them to make actually. ഇങ്ങനെ ഒരു കറക്റ്റായിട്ട് പറയാൻ എല്ലാ മലയാള സിനിമയും ഞാൻ കണ്ടിട്ടുണ്ടാവണം. അങ്ങനെ കണ്ടിട്ടില്ല. ദൃശ്യം കണ്ടു, പിന്നെ സപ്തമശ്രീ തസ്കരാഹ കണ്ടു, അത്രയേ ഉള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ എപ്പോഴും മലയാളത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾ വെൽ എച്ച്ഡ് കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നത്. though they are പേടിച്ചിട്ടുള്ള ഒരു സ്ത്രീ മാതിരി ഉള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒരു വെൽ എച്ച്ഡ് ക്യാരക്ടേഴ്സാണ്. അങ്ങനെ നോക്കുമ്പോൾ അൻവറിൻ്റെ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ ഈ സിനിമയിലുള്ള കഥാപാത്രങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി മൈ ക്യാരക്ടർ അഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ് നിന്ന്
ഈ കുടുംബത്തിനെ നന്നാക്കി കൊണ്ടുപോകണം, ഈ പയ്യനെ നന്നാക്കി കൊണ്ടുപോകണം എന്നുള്ള ഒരു സിംഗിൾ പേരൻറ്റിങ് ചെയ്യണ ഒരു സ്റ്റോറിയാണ്. ലേഡിയുടെ ക്യാരക്ടറാണ്. അപ്പോൾ അവരങ്ങനെ ആയിപ്പോവും അല്ലേ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിപ്പോവും, ഭയങ്കരമായിട്ട് ഒരു എപ്പോഴും ഒരു ഫേസ് ഒരു ദെർ ബി സോ മച്ച് പെയിൻ ഇൻ ഹർ ഫേസ് ആൻഡ് വെരി വെരി ചിരിക്കില്ല അങ്ങനെ. അതേ വീട്ടിൽ തന്നെ നമുക്ക് ലക്ഷ്മിയമ്മയെ പോലെ ഒരു ക്യാരക്ടറിനെ കാണാം ഡെഫിനറ്റ്ലി. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിരിക്കും. ആ കുട്ടിക്കൊരു ആശ്വാസം കിട്ടണത് ആ അമ്മൂമ്മയുടെ അവിടെയാണ്. അതേമാതിരി നമിതയുടെ ക്യാരക്ടർ ഈസ് വെരി 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 ട്രിക്കി ക്യാരക്ടർ ടു പെർഫോം. കുട്ടി നന്നോണം ഷീ ഹാസ് വർക്ക്ഡ് വെരി ഹാർഡ് ബിക്കോസ് one moment she's like this, the other moment she's like that അല്ലേ. അതൊന്നും ഒരു ട്രേസേ ഇല്ലാതെ ആ ഫേസിൽ ഒരു ക്ലീൻ സ്ലേറ്റ് പോലെ ഉണ്ടാവണം. സോ ദാറ്റ് ക്യാരക്ടർ ഇസ് വെരി ചാലഞ്ചിങ് ആക്ച്വലി. സോ അതേമാതിരി ദറ്റ് സൗമ്യ ചെയ്തിട്ടുള്ള ക്യാരക്ടറും ഇറ്റ്സ് എ വെരി വെരി സപ്പോർട്ടീവ് ക്യാരക്ടർ. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഉടനെ ഞാൻ ചോദിച്ചത് ഈ സിസ്റ്റർ ക്യാരക്ടർ ആരാണ് ചെയ്യണത് എന്ന്. So like that, well-edged characters, and even Aju's character kudi illa, it's not just there because it needs some or relief ne venditalla. Everything has a purpose in this film. Every character has a purpose in the film. That's the best writing. എനിക്ക് തോന്നുന്നു ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നത് കാരണമായിരിക്കാം. Nadia definitely അതിനേക്കാളും ബോംബെയിൽ നിന്ന് ഷീ കെയിം. ആൻഡ് ഓൾസോ ദാറ്റ് ക്യാരക്ടർ ആദ്യം അവൾ ചെയ്ത ക്യാരക്ടർ ബോംബെയിൽ നിന്ന് വരുന്ന ഒരു കുട്ടി മാതിരിയാണ് ആ ക്യാരക്ടറും. പിന്നെ ആ ക്യാരക്ടറൈസേഷൻ ഓഫ് നദിയയുടെ ആദ്യത്തെ പടം ചെയ്ത പടത്തിൽ ലവ്ലി ക്യാരക്ടറൈസേഷൻ. എനിക്ക് കിട്ടിയിട്ടുള്ളതും അങ്ങനത്തെ ഒരു ബബ്ലി ക്യാരക്ടേഴ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അർബൻ സെൻട്രിക് ക്യാരക്ടേഴ്സായിട്ട് വരുമ്പോൾ ഒരു ബബ്ലി ക്യാരക്ടർ ആകുമ്പോൾ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഡ്രസ്സ് ചെയ്യാം എന്നുള്ളൊരു സ്വതന്ത്രം വരുമ്പോൾ ഞാൻ ചെന്നൈയിൽ ഞാൻ എങ്ങനെ ഡ്രസ്സ് ചെയ്യുമോ അങ്ങനെ തന്നെ ഡ്രസ്സ് ചെയ്തു. അപ്പോൾ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ആ ഡ്രസ്സസ് നമുക്ക് കൊണ്ടുവരാം. അവിടെ വരുമ്പോൾ ഹൗ എവർ വി ബിഹേവ് ദാറ്റ് വേ ഐ കുഡ് ബിഹേവ്. അപ്പോൾ പ്രോബബ്ലി ദാറ്റ് was seen as a different type of behavior or attitude or either because in Kerala maybe those days girls were not angane behave cheyiditilla undairunilla ennu thonunnu. So I think bringing actors from another state brings that freshness sometimes ennu thonunnu. But at the same time in terms of characters I think ആറാണ്ട് മുല്ല കൊച്ചുമുല്ല എന്ന് പറഞ്ഞ ഒരു പടം ചെയ്തു ഞാൻ ബാലചന്ദ്രൻ മേനോൻ്റെ. അതിൽ ഒരു ലവ്ലി ആറ്റിറ്റ്യൂഡുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ അത് ഒരു ഷർട്ടും പാവാടിയും ഉടുത്ത് നടക്കുന്ന കുട്ടി തന്നെയാണ്. സോ അങ്ങനെ ഡയറക്ടേഴ്സ് വിൽ ഹാവ് ടു ഗിവ് അസ് ദാറ്റ് ക്യാരക്ടേഴ്സ് വിച്ച് ഹാസ് ദി ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുള്ളത്. സോ we were lucky that directors കുറച്ചും കൂടി ഇത് മാതിരി റൈറ്റിംഗ് ചെയ്യുമ്പോൾ ഞങ്ങൾ വന്നു എന്ന് തോന്നുന്നു. സോ we were lucky to get that first crop of characters. ഇപ്പോൾ ലൈക്ക് റീമ കല്ലിങ്ങലൊക്കെ ഇപ്പോൾ ചെയ്യണ ക്യാരക്ടേഴ്സ് we didn't get സോ അതൊരു റൈറ്റിങ്ങിൽ വരുന്ന ഇവോൾവിങ് ആണ്. ആ ഇവോൾവിങ് നടക്കുമ്പോഴൊക്കെ ആരാണ് ആക്ടേഴ്സ് ഉള്ളതെന്ന് വെച്ചാൽ അവർ ലക്കിയാണ്. We have not brought anything. We probably must have brought only that style of reacting which is not usually there in the appulte Malayalam films lo illa appulte idile.